ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. അജണ്ടകൾ നിശ്ചയിച്ച് ചർച്ചകൾ നടത്തുകയാണ് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ എന്ന സാംസ്കാരിക മന്ത്രി കെ.സി. ജോസഫിന്റെ പ്രസ്താവനയെ നമുക്ക് ഗൗരവമായി എടുക്കാം. തുറന്ന ആത്മവിചാരണയ്ക്കും മാധ്യമ വിചാരണയ്ക്കും ഇന്ന് സ്പെഷ്യൽ എഡിഷൻ തയ്യാറാവുന്നു. സോളാർ വിഷയം സജീവ ചർച്ചയാകുന്നതിനിടെ ടെലിവിഷൻ ചർച്ചകളെ അതിരൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഇന്ന് രംഗത്തെത്തി. അജണ്ട നിശ്ചയിച്ച് ചർച്ചകൾ നടത്തുന്ന അവതാരകർ മലയാളത്തിലുണ്ടെന്ന് കെ.സി. ജോസഫ് പറഞ്ഞപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി വാർത്ത വളച്ചൊടിക്കുകയാണ് മാധ്യമങ്ങൾ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം. സർക്കാരിന്റെ പ്രതിരോധ തന്ത്രങ്ങളെ എന്നും ദുർബലപ്പെടുത്താറുള്ള ചീഫ് പി.സി. ജോർജ് അതേ നാണയത്തിൽ കെ.സി. ജോസഫിന് മറുപടി നൽകി. കോട്ടയത്ത് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിലാണ് മാധ്യമങ്ങളെ ചൊല്ലി കെ.സി. ജോസഫും പി.സി. ജോർജും കോർത്തത്. കേരളത്തിൽ മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിച്ച് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നു എന്നതായിരുന്നു കെ.സി. ജോസഫിന്റെ ആരോപണത്തിന്റെ മർമ്മം. ദൃശ്യമാധ്യമങ്ങൾ ചർച്ചകൾ നയിക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അവർക്കും അജണ്ടയുണ്ട്. അവരെല്ലാം പ്രത്യേകമായ ഒരു തീരുമാനം എടുത്തിട്ടാണ് ചർച്ചകൾ നയിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു. മലയാളത്തിലെ ഒരു ചാനലിന്റെ വിനോദ പരിപാടി സാംസ്കാരിക അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നതാണ് എന്ന നിരീക്ഷണവും സാംസ്കാരിക മന്ത്രി നടത്തി. എന്നാൽ സത്യം പറയുന്ന മാധ്യമങ്ങളെ മന്ത്രിമാർ ഭയക്കുകയാണെന്നായിരുന്നു ചടങ്ങിൽ പിന്നീട് സംസാരിക്കാനെത്തിയ പി.സി. ജോർജിന്റെ മറുപടി. ഈ ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ആഗോളീകരണത്തിന്റെ കരാളഹസ്തങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കഴുത്ത് ഞെക്കി ഈമ്പി കുടിക്കുമായിരുന്നു വിശ്വസിക്കുന്നവരായിരുന്നു. എല്ലാം അറിയട്ടെ, എന്തിനു ഒളിച്ചു വെക്കും? അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ജോർജിന്റെ എതിർവാദത്തിന് ചെവി കൊടുക്കാതെ പ്രതിഷേധ സൂചകമായി കെ.സി. ജോസഫ് ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയി. ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കുകയാണെന്നതാണ് മാധ്യമങ്ങൾക്കുമേലുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണം. എന്തെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ പറ്റിയോ? എന്തെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു? ഏതെങ്കിലും ഒരു കാര്യം? നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി വേണ്ട, നിങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് മതി. അത് എന്ത് വേണേലും ആകാം. പക്ഷേ പറയുന്ന കാര്യം ശരിയോ തെറ്റോ എന്നുള്ള കാര്യം നിൽക്കണം. കുറ്റവാളികളുടെ മൊഴികൾക്ക് പിന്നാലെയാണ് മാധ്യമങ്ങളുടെ പോക്കെന്നും കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. മാധ്യമങ്ങളോടുള്ള അധിക്ഷേപവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ വെല്ലുവിളിയെയും സ്വാഗതം ചെയ്യാം. തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഈ വിഷയത്തിൽ ജോസഫ് വാഴക്കൻ, കോൺഗ്രസിന്റെ ജോസഫ് വാഴക്കൻ ഈ വിഷയത്തിൽ ചർച്ചയ്ക്കായി ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. ക്ഷമിക്കണം, അദ്ദേഹം കേരള ഹൗസിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ കൊച്ചിയിൽ നിന്ന്, ഷാജി ജേക്കബ് മാധ്യമ നിരീക്ഷകൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു, രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകനുമായ ഭാസുരേന്ദ്ര ബാബു തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ഒപ്പം മാധ്യമ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള സോളാർ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിച്ച് നടത്തുന്ന ചർച്ചകളുടെ ഭാഗമായി കാണാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത്? സോളാർ വിവാദം മാത്രമായി നമ്മൾ ഇതിനെ കാണേണ്ട കാര്യമില്ല. കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു പ്രത്യേകമായ ഒരു സംസ്കാരം കേരളത്തിൽ വളർത്തിയെടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് അല്പസത്യങ്ങളുണ്ടാകാം, അർത്ഥസത്യങ്ങളുണ്ടാകാം. തീർച്ചയായിട്ടും സത്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്പം കൂടി അതിനകത്ത് കടന്ന് ഒരു വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ അല്പസത്യങ്ങളും അർത്ഥസത്യങ്ങളും അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഉദാഹരണം സോളാർ വിവാദം തന്നെയാണ്. സോളാർ വിവാദത്തിൽ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള തെറ്റായ ഒരു റിപ്പോർട്ടിങ്ങിന് ഒരു ഉദാഹരണം താങ്കൾക്ക് പറയാമോ? മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നുണ്ട്. മാധ്യമങ്ങളെ ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നതിന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സോളാർ വിവാദത്തിൻ്റെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? ഒരു തട്ടിപ്പുകാരി കേരളത്തിലെ ഭരണകേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി നടന്ന് അവരുടെ തട്ടിപ്പിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്തു. അതിനകത്ത് ചില മന്ത്രിമാരുടെ സ്റ്റാഫിൽ ജീവനക്കാർ, അതും ഉയർന്ന ജീവനക്കാരൊന്നുമല്ല, താഴ്ന്ന ജീവനക്കാർ ചിലരുടെ സഹായങ്ങൾ തേടി. അതൊരു സത്യമാണ്. ആ സത്യം നിങ്ങൾ പുറത്തു കൊണ്ടുവന്നു, അതിൻ്റെ പേരിൽ ആക്ഷൻ എടുത്തു, നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇതെല്ലാം നടത്തിയിട്ടും ഈ തട്ടിപ്പുകാരി ഗവൺമെന്റിൽ നിന്ന് അനാവശ്യമായി ഏതെങ്കിലും ഒരു ആനുകൂല്യം നേടിയെടുത്തതായിട്ടോ മുഖ്യമന്ത്രി അവർക്ക് അനുകൂലമായ ഒരു ഉത്തരവിട്ട് കൊടുത്തതായിട്ടോ
അതല്ലെങ്കിൽ നിയമത്തിന്റെ മുൻപിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു കേസ് ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നും അവർക്ക് അനുകൂലമായി ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനോടനുബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും നടത്തുന്ന ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ ആളുകളും ഒരുപാട് ഷെയ്ഡി ക്യാരക്ടേഴ്സാണ്. പലപ്പോഴും ഈ കേസിനകത്തെ കക്ഷികൾ, ഇതിനകത്തെ പ്രതികൾ, ഇതിനകത്തെ കുറ്റവാളികൾ, അവരെയൊക്കെ കൂടുതൽ മഹത്വവൽക്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അവരൊക്കെ നീതിമാന്മാരുടെ ഒരു റോൾ അഭിനയിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ വരികയും യഥാർത്ഥത്തിൽ മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന പല ആളുകളും സംശയത്തിന്റെ നിലയിൽ വരികയും ചെയ്യുന്ന ഒരു വളരെ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അത്തരം ഒരു മാധ്യമ വിചാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം. മാധ്യമങ്ങൾക്ക് ഒരു തരം സെൻസർഷിപ്പ് ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടി ഇതിനെ കാണണം. മുഖ്യമന്ത്രിയും കെ സി ജോസഫും ഒരേ സ്വരത്തിൽ ഇത് പറയുന്നു. അത്തരം ഒരു നീക്കം സർക്കാർ ആലോചിക്കുന്നു. ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് തൽക്കാലം തടി തപ്പാം എന്നാണ് സർക്കാർ കരുതുന്നത് എങ്കിൽ മാധ്യമങ്ങൾ ഏത് തലത്തിലാണ് ഇക്കാര്യങ്ങളിൽ സോളാർ വിഷയത്തിൽ അതിരു കടക്കുന്നത്? മാധ്യമങ്ങളുടെ കാര്യത്തിൽ അതിന് തടയിടുന്ന ചില നിയമനിർമ്മാണത്തെക്കുറിച്ച് ഗൗരവതരമായ ചർച്ചകൾ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അണിയറയിൽ ദില്ലിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നത് ഒരു രഹസ്യമല്ല. ഇപ്പോൾ അത് വേറൊരു ചർച്ചയ്ക്കുള്ള കാര്യമാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ മാധ്യമങ്ങളുടെ അജണ്ട നിർമ്മാണം എന്നത് കേവലം രാഷ്ട്രീയ പ്രതിയോഗികളുടെ മാത്രം ഒരു അഭിപ്രായമല്ല മിസ്റ്റർ പ്രസാദ്. ഞാനത് പറയുന്നതിന് കാരണം പെയ്ഡ് ന്യൂസിനെ സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങളല്ലല്ലോ കൊണ്ടുവന്നത്. അത് മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച ഒരു വിഭാഗം ആളുകളാണ് കൊണ്ടുവന്നത്. തെളിയിക്കപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, തെളിയിക്കപ്പെട്ട ചരിത്ര പശ്ചാത്തലമുള്ള ഒരു വലിയ ദേശീയ ദിനപത്രമാണത് ബ്രേക്കിംഗ് ന്യൂസായി പുറത്തേക്ക് വിട്ടത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അതേ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും അത് ശരിയെന്ന് തെളിയുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തെയും മറ്റ് രാഷ്ട്രീയ രംഗങ്ങളെയും അജണ്ട വെച്ച് സ്വാധീനിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ദേശീയ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. അതും പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. മാർക്കണ്ഡേയ ഖഡ്ജുവിനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ ആളുകൾ അതിന് സാക്ഷ്യവും നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കെ സി ജോസഫിനും ഉമ്മൻചാണ്ടിക്കുമൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു മതിഭ്രമമുണ്ട്. ആ മതിഭ്രമം ജോസഫ് വാഴക്കൻ പറയുന്നത് മാതിരി ലളിതമായ ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല. 40 ദിവസമായി ഈ സരിതാ വിവാദം അല്ലെങ്കിൽ സോളാർ വിവാദം പുകഞ്ഞ് പത്രത്താളുകൾക്ക് 1-ാം പേജ് വാർത്തയായി നിൽക്കുന്നതിന് കാരണം പത്രക്കാരാണെങ്കിൽ ജോസഫ് വാഴക്കൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാതൃഭൂമിയും മനോരമയും അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ ആദ്യ ദിവസമോ 2-ാം ദിവസമോ 3-ാം ദിവസം പോലുമോ സരിതാ വിവാദം 1-ാം പേജ് വാർത്തയാക്കിയില്ല. കൈരളി പീപ്പിൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം എല്ലാ ദൃശ്യമാധ്യമങ്ങളും കൊണ്ടുവന്നു. എല്ലാ പത്രങ്ങളും അങ്ങനെ എഴുതിയതിന് ശേഷമാണ് മുഖ്യധാരാ പത്രങ്ങൾ അതിലേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ വാർത്തയുടെ കൗതുകം ജനിപ്പിക്കുന്നത് അത് ഭരണത്തിൻ്റെ ഉന്നതമായ രംഗത്ത് നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇത് ജോസഫ് വാഴക്കൻ പറയേണ്ട കാര്യമല്ല, ഞാൻ പറയുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഷാജി ജേക്കബ്, മാധ്യമങ്ങളുടെ ഇടപെടലുകളെ, അതിൻ്റെ പ്രവർത്തനത്തെ, അതിൻ്റെ പ്രയോഗക്ഷമതയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ഇന്ന് കെ സി ജോസഫ് ദൃശ്യമാധ്യമങ്ങൾക്ക് നേരെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം, ആ ആരോപണത്തിൻ്റെ കഴമ്പ്, അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് തീരുമാനിച്ചുറപ്പിച്ച ശേഷം ടെലിവിഷൻ ചർച്ചകൾ നടത്തി മുൻ നിശ്ചയിച്ച തീരുമാനത്തിലേക്ക് ചർച്ചകൾ എത്തിക്കുന്ന, വഴിവിട്ട രീതിയിൽ എത്തിക്കുന്ന ഒരു പ്രവണത മലയാള ദൃശ്യമാധ്യമ രംഗത്തുണ്ടാകുന്നു. അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ടാണ് ഇന്നത്തെ 9 മണി ചർച്ചകൾ, 9 മണി എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞില്ല എങ്കിൽ പോലും വളരെ സുപ്രധാനമായ ചർച്ച നടക്കുന്ന 9 മണി നേരത്തെ ചർച്ചകൾ ആ തരത്തിലേക്ക് പരുവപ്പെടുന്നു എന്നതാണ് ആരോപണം. ഇത് ശരിയാണോ ഏതെങ്കിലും ചാനലുകളുടെ കാര്യത്തിൽ? ടെലിവിഷൻ ചാനലുകൾ വാർത്താ ചർച്ചയ്ക്ക് പിന്നിൽ അജണ്ട ഉണ്ട് എന്നത് പുതിയ കാര്യമല്ല. അജണ്ട ഉണ്ടാവുക എന്നത് തെറ്റുമല്ല. നിശ്ചയമായും അജണ്ടകൾക്ക് ഗുണപരവും ദോഷപരവുമായ തലങ്ങളുണ്ട്. ഇന്നത്തെ ഒരവസ്ഥയിൽ, ഇന്നത്തെ എന്നല്ല, ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ ചരിത്രത്തിൽ LDFിൻ്റെ ഭരണകാലത്തായാലും UDFിൻ്റെ ഭരണകാലത്തായാലും മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്ന വാർത്താ അജണ്ട
അതിൻ്റെ പ്രതിപക്ഷ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഇതേ ആർജവത്തിൽ ഇപ്പോൾ ഭാസുരേന്ദ്രബാബു പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വഴക്കം പറഞ്ഞതുപോലെ ഭരിക്കുന്ന സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒന്നാമത്തെ അജണ്ടയാണ് മലയാളത്തിലെ വാർത്താ ചാനലുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതേപോലെ മാധ്യമ സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള പദങ്ങൾ രൂപീകരിച്ചുകൊണ്ട് മലയാളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ അന്നത്തെ ഭരണപക്ഷം രംഗത്ത് വന്നിരുന്നു. അതേപോലെ ഓർക്കേണ്ട ഒരു സംഗതി, ഇന്ന് ഇതേ പ്രതിപക്ഷം തന്നെ അന്നത്തെ ഭരണപക്ഷം ഇന്ന് പ്രതിപക്ഷമാകുമ്പോൾ അവർ ഈ മാധ്യമങ്ങളുടെ ആക്ടിവിസത്തെ അവർ രണ്ട് കൈയും നീട്ടി പിന്തുണയ്ക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഭരണകൂടത്തിനെതിരെ, അഴിമതികൾക്കെതിരെ, തെറ്റുകൾക്കെതിരെ നമ്മുടെ വാർത്താമാധ്യമങ്ങൾ ഒരു അജണ്ട രൂപപ്പെടുത്തുന്നുണ്ട്. ആ അജണ്ട ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അജണ്ടയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ശ്രീ ശിവൻ മഠത്തിൽ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു അജണ്ട എന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ അജണ്ട വേണം എന്ന രീതിയിലുള്ള ഷാജി ജേക്കബിൻ്റെ വാദം, ഇത് എല്ലാം പരിശോധിക്കുമ്പോൾ മാധ്യമങ്ങൾ എപ്പോൾ ഇത്തരം നിലപാടുകൾ എടുക്കുന്നോ അപ്പോഴൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവർ ഇത്തരത്തിൽ അസഹിഷ്ണുക്കളായി കാണപ്പെട്ടിട്ടുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് TP ചന്ദ്രശേഖരൻ വധക്കേസ് സംബന്ധിച്ച വാർത്തകൾ പ്രസിദ്ധപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു CPM നീക്കം നടത്തിയിരുന്നത്. അതിനെതിരെയായിരുന്നു CPM ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത്. അപ്പോൾ അവിടെ ആയാലും ഇവിടെ ആയാലും നിരന്തരം ഇത് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിക്കുന്നു, ഇവിടെ സെൻസർഷിപ്പിന് വേണ്ടി വാദം വരുന്നു. ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവിടെ പ്രതിപക്ഷം തന്നെ ഇക്കാര്യങ്ങളിൽ ദുർബലമായ പഴയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രതിഷേധവുമായി പോകുമ്പോൾ വളരെ ശക്തമായ ജാഗ്രതയോടെ നിൽക്കുന്നു മാധ്യമങ്ങൾ എന്നത് കാണാതിരുന്നുകൂടാ. അല്ല, അതിൽ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. ശ്രീ വാഴക്കനും ശ്രീ ഭാസുരേന്ദ്ര ബാബുവും തമ്മിൽ ഉള്ള അവരുടെ ആ രാഷ്ട്രീയപരമായ ഈ കാര്യത്തിലുള്ള നിരീക്ഷണം ഈ ചർച്ചയുടെ ദിശയെ മാറ്റിപ്പോകുമോ എന്നൊരു അപ്രിഹെൻഷൻ എനിക്കുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നം, രണ്ട് മന്ത്രിമാർ PC ജോർജും KC ജോസഫും കോട്ടയത്ത് വെച്ച് നടത്തിയ പരിപാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധിച്ചതോ അവർ തമ്മിൽ നടത്തിയ അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ചുള്ള അതിൻ്റെ ധാർമ്മികതയും സാധൂകരണമൊന്നും അല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രധാന വിഷയം. നമ്മുടെ പ്രധാന വിഷയം നേരത്തെ ശ്രീ ഗോപി ചോദിച്ചതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്ത് ഈ സോളാർ തട്ടിപ്പുമായി അല്ലെങ്കിൽ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയവും ജോസ് തെറ്റയിലിൻ്റെ ഒരു വിഷയവുമാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ ഇത്തരം ഒരു ചർച്ചയിൽ മാധ്യമങ്ങളുടെ റോൾ എന്ത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അധാർമികമായ പ്രവർത്തനങ്ങൾ മത്സരത്തിൻ്റെയോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമേറിയ ഒരു ചർച്ച നമ്മൾ നടത്തുന്നത്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ പത്രപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അധികാരവർഗത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഴിമതിയെയും കോർപ്പറേറ്റ് അഴിമതിയെയും ബ്യൂറോക്രസിയുടെ അഴിമതിയെയും ഒക്കെ തന്നെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പരിശോധിച്ചാൽ പുറത്തു കൊണ്ടുവന്നതിൻ്റെ ഒരു വലിയ ചരിത്രം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ പ്രതിരോധത്തിലാകുന്ന സർക്കാരുകൾ എപ്പോഴും മാധ്യമങ്ങളെ കൂച്ചുവിലക്കിടാനും അത് തടയാനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള വ്യഗ്രത ഇടതുപക്ഷ വലതുപക്ഷ ഭേദമന്യേ എപ്പോഴും അതിന് ശ്രമം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മീഡിയ, പ്രിന്റ് മീഡിയ അതുപോലെ തന്നെയാണ്, ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിൽ ജനാധിപത്യത്തിൻ്റെ കാവൽഭടന്മാരായി നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ ജനങ്ങളെ ജാഗരൂകരാക്കാനും ജനങ്ങളെ ബോധവാന്മാരാക്കാനും ഒരു പൊളിറ്റിക്കൽ അജണ്ട തീരുമാനിക്കുമ്പോൾ ആ അജണ്ടയിൽ എന്തെങ്കിലും അധാർമികതയോ രാഷ്ട്രീയപരമായ പാപ്പരത്വം ഉണ്ടോ എന്നും, വികസനത്തെ സംബന്ധിച്ച് മണ്ണിൻ്റെ രാഷ്ട്രീയമാണെങ്കിലും വെള്ളത്തിൻ്റെ രാഷ്ട്രീയമാണെങ്കിലും പുഴയുടെ രാഷ്ട്രീയമാണെങ്കിലും അതിനെ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പങ്ക് മാധ്യമങ്ങൾ വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത ഒരു മത്സരവും വാർത്തകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഒരു വ്യഗ്രത പലപ്പോഴും ആ മാധ്യമത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തെ ഒരു പരിധിവരെ അത് ഹാമ്പർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ